നമ്മുടെ കാലത്തെ ഏറ്റവും പൂർണ്ണതയുള്ള മനുഷ്യൻ എന്ന് ചെഗുവേരയെ വിളിച്ചത് ജീൻ പോൾ സാർത്രെ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പകർത്തപ്പെട്ട മുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏണസ്റ്റോ ചെഗുവേര എന്നായിരിക്കും ഉത്തരം. പ്രണയത്തിൻ്റെ, പ്രക്ഷോഭത്തിൻ്റെ, ധീരതയുടെ, ത്യാഗത്തിൻ്റെ എല്ലാം അടയാളമായി ചെയുടെ ചിത്രം മാറി. ലോകമാകെ യൗവനത്തെ ഇതുപോലെ ത്രസിപ്പിച്ച മറ്റൊരു ജീവിതം ഉണ്ടാകില്ല. സാർവദേശീയതയായിരുന്നു ചെഗുവേരയുടെ മതം. അർജന്റീനയിൽ ജനിച്ചു. ലാറ്റിൻ അമേരിക്കയിലെമ്പാടും സഞ്ചരിച്ച് മനുഷ്യജീവിതത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. മെക്സിക്കോയിൽ വെച്ച് ക്യൂബൻ വിപ്ലവകാരികളെ കണ്ടുമുട്ടി. അവരുടെ കൂടെ ഗ്രാൻമാ കപ്പലിൽ ക്യൂബയിലേക്ക് പോയി അവിടെ വിപ്ലവം നടത്തി. ശേഷം ആഫ്രിക്കയിലെ കോങ്കോയിൽ വിമോചന സമരത്തിൽ പങ്കെടുത്തു. പിന്നീട് ബൊളീവിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഏത് നാടാണ് ചെഗുവേരയുടെ നാട്? ഏത് മനുഷ്യരാണ് ചെഗുവേരയുടെ മനുഷ്യരല്ലാത്തതായി ഉള്ളത്? എല്ലാ നാടും അവസാനത്തെ മനുഷ്യനും സ്വതന്ത്രമാകണം എന്നാഗ്രഹിച്ച വിശ്വവിപ്ലവകാരിയായിരുന്നു ചെഗുവേര. ആ വിപ്ലവകാരിയുടെ ജീവിതത്തിലെ ഒരൊറ്റ വശത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. 1960 ഓഗസ്റ്റ് 19 ക്യൂബൻ വിപ്ലവത്തിന് മാസങ്ങൾക്ക് ശേഷം ക്യൂബയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളോടും മറ്റും നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളും നിർബന്ധമായും വായിക്കേണ്ട ചെഗുവേരയുടെ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൽ സോഷ്യൽ മെഡിസിൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് ചെഗുവേര വിശദീകരിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള സമൂഹത്തെ നിർമ്മിക്കുകയാണ് രോഗത്തിനെതിരായ പോരാട്ടത്തിൻ്റെ മുഖ്യ അജണ്ട എന്ന് ചെഗുവേര ആവർത്തിക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു ചെ. ഡോക്ടർ എന്ന നിലയിൽ കരിയർ ആരംഭിച്ചതും ആണ്. തൻ്റെ ഉള്ളിലെ ഡോക്ടറെ മറന്നുകൊണ്ടല്ല ചെ വിപ്ലവകാരിയായി മാറുന്നത്. മറിച്ച് വിപ്ലവകാരിയായ ഡോക്ടർ എങ്ങനെയായിരിക്കണമെന്നാണ് നിരന്തരം അദ്ദേഹം ആലോചിക്കുന്നത്. വിപ്ലവകാരിയായ ഡോക്ടർ ആരോഗ്യത്തെ പണം സമ്പാദിക്കാനുള്ള മാർഗമായി കാണാതെ പുതിയ മനുഷ്യനെ നിർമ്മിച്ചെടുക്കാനുള്ള ആയുധമായി കാണുന്നവർ. എന്താണ് ആരോഗ്യം? ശരീരത്തിനകത്ത് രോഗാണു ഇല്ലാത്ത അവസ്ഥയുടെ പേരല്ല ആരോഗ്യം. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിരതയുടെ പേരാണ് ആരോഗ്യം എന്നാണ്. അതായത് യഥാർത്ഥ അർത്ഥത്തിൽ ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള സമൂഹം കൂടി ഉണ്ടാകണം. രോഗപീഠകളുടെയും ദുരിതങ്ങളുടെയും സമൂഹത്തിൽ അസമത്വങ്ങളും ചൂഷണങ്ങളും വിവേചനങ്ങളും മർദ്ദനവും എല്ലാം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ആരോഗ്യത്തിന് അർത്ഥവത്താക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിനെതിരായ പോരാട്ടത്തിൽ തന്നെ സമർപ്പിച്ച വിപ്ലവകാരിയായിരുന്നു ചെഗുവേര. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ വിപ്ലവകാരിയാക്കി മാറ്റുന്നത്. സമൂഹത്തിന്റെ രോഗങ്ങൾ അവസാനിപ്പിക്കുവാൻ രക്തസാക്ഷിയായിട്ടുള്ള വിപ്ലവകാരി. ചെയുടെ കയ്യിലെ ആ ചെറിയ കുട്ടിയെ കണ്ടിട്ടില്ലേ? ചെഗുവേരയുടെ മകൾ. അച്ഛൻ്റെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ആ മകൾ ഇന്ന് ക്യൂബയിലെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു ഡോക്ടറാണ്. കവലകളിലെ ബാനറുകളിലും ക്ലബ്ബുകളിലെ ചുവരുകളിലും ടീഷർട്ടുകളിലും മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകരായിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന മൂല്യബോധമുള്ള ലോകത്തെ എല്ലാ ഡോക്ടർമാരും നിർബന്ധമായും അവരുടെ ചേംബറിൽ കൂടി സൂക്ഷിക്കേണ്ട ചിത്രമാണ് സഖാവ് ഏണസ്റ്റോ ചെഗുവേരയുടേത്.